Marcus. Aisha ആണ്. അപ്പോൾ EVS എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മിസ് പഠിപ്പിച്ചു തരാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്ന് അറിയോ? യെസ്, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, പൊതുസ്ഥാപനങ്ങളും അവരുടെ സർവീസസ്, അവരെന്തൊക്കെ സേവനങ്ങളാണ് നമ്മൾ ജനങ്ങൾക്ക് തരുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് 2 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ വലിയ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ, അപ്പോൾ കുറച്ച് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നിട്ടുണ്ട്, പൊതുസ്ഥാപനങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് പൊതുസ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. നമ്മുടെ റേഷൻ കടകൾ പൊതുസ്ഥാപനമാണ് അല്ലേ. പിന്നെന്താണ്? സ്കൂൾസ് ഉണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, യെസ്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? പൊതുസ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇവരൊക്കെ എന്ത് സർവീസസ്, എന്ത് സേവനങ്ങളാണ് നമ്മൾ ജനങ്ങൾക്ക് തരുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്നാമത്തേത് പോലീസ്. യെസ്, പോലീസുകാരൻ എന്ത് ചെയ്യുന്നുണ്ട്? പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, പോലീസ് സ്റ്റേഷൻ നമുക്ക് വേണ്ടിയിട്ട് എന്ത് സേവനങ്ങളാണ് ചെയ്യുന്നത്? മെയിൻറ്റെയിൻസ് ലോ ആൻഡ് ഓർഡർ അല്ലേ. അവരെന്ത് ഉറപ്പ് വരുത്തുന്നുണ്ട്? യെസ്, എല്ലാ നിയമങ്ങളും എല്ലാവരും അനുസരിക്കുന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുന്ന ആരാ? പോലീസുകാരാണ് അല്ലേ. അപ്പോൾ പോലീസ് സ്റ്റേഷൻ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് പീപ്പിൾ എന്താണ്? രാജ്യത്ത് വളരെ സേഫ് ആണ്. അടുത്തത് പ്രൊവൈഡ് സെക്യൂരിറ്റി ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. അവരെന്തുകൂടെ ചെയ്യുന്നുണ്ട്? യെസ്, നമ്മുടെ പ്രോപ്പർട്ടീസ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ സംരക്ഷണം നൽകുന്നത് ആരാണ്? പോലീസ് സ്റ്റേഷനാണ്. ക്ലിയർ? യെസ്. ഇനി അടുത്തത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ നമുക്ക് എന്താണ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ പോയിട്ട് ബിരിയാണി കഴിക്കുകയാണോ ചെയ്യുക? അല്ല, ഹോസ്പിറ്റലിൽ നമുക്ക് യെസ് പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റും അതേപോലെ തന്നെ എല്ലാ പബ്ലിക് ഹെൽത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതം സുരക്ഷിതമാക്കുന്നത് ആരാണ്? നമ്മുടെ ഹോസ്പിറ്റൽസ് ആണല്ലേ. നമുക്ക് അസുഖങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് ആ അസുഖം മാറ്റാനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? ഹോസ്പിറ്റൽസ് സഹായിക്കുന്നുണ്ട്. ഗവൺമെൻറ് ആശുപത്രികളൊക്കെ നിങ്ങൾ കാണാറില്ലേ? യെസ്. ഇനി അടുത്തത് വില്ലേജ് ഓഫീസാണ് അല്ലേ. അപ്പോൾ നമ്മളെ വീട്ടിലെല്ലാവരും വില്ലേജ് ഓഫീസിലേക്ക് ഓരോ പേപ്പേഴ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്? യെസ്, നമ്മുടെ ലാൻഡ് ടാക്സ് അടിക്കാൻ വേണ്ടിയിട്ട്, ഭൂനികുതി അടിക്കാനും അതേപോലെ തന്നെ നമുക്ക് ഓരോ സ്കോളർഷിപ്പിനൊക്കെ ഓരോ സർട്ടിഫിക്കറ്റ് ആവശ്യം വരുമ്പോൾ ഇതൊക്കെ ആരാണ് നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാറ്? നമ്മുടെ വില്ലേജ് ഓഫീസേഴ്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത പൊതുസ്ഥാപനമാണ് ഇത് പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിൽ നമ്മൾ എന്തിനാ പോവാറ്? കത്തയക്കാനൊക്കെ ആണ് അല്ലേ. അതേപോലെ നമുക്കിതാ എന്തെങ്കിലും ഓർഡേഴ്സൊക്കെ കിട്ടുകയാണെങ്കിൽ ബുക്കൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് എത്തിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചു തരാനൊക്കെ ആരാണ് സഹായിക്കുന്നത്? പല സ്ഥലങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് എത്തിച്ചു തരുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ്. ഓക്കെ, അപ്പോൾ അവർ മെയിൽ സർവീസസ് നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഏതാണ്? റേഷൻ കടകളല്ലേ. അപ്പോൾ റേഷൻ ഷോപ്പിലൊക്കെ നിങ്ങൾ വീട്ടുകാർ പോകാറില്ലേ? എന്തിനാണ് പോവാറ്? യെസ്, നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കുറഞ്ഞ പൈസയിൽ തന്നെ തന്ന് നമ്മളൊക്കെ സഹായിക്കുന്നുണ്ട് ആര്? റേഷൻ കടകൾ. ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ആൻഡ് നോൺ ഫുഡ് ഐറ്റംസ് ആൻഡ് ലോ റേസ്. ഓക്കെ, ഭക്ഷണമല്ലാത്ത മണ്ണെണ്ണ പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? റേഷൻ കടയിൽ നിന്ന് കിട്ടും. ഇനി അടുത്തത് ബാങ്കുകളാണല്ലേ. നമ്മുടെ പൈസ വളരെ സേഫ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നതും അതേപോലെ നമുക്ക് അത്യാവശ്യ ഘട്ടം വരുമ്പോൾ ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? നമുക്ക് വായ്പ തരുന്നതൊക്കെ ആരാണ്? ബാങ്ക്സ് ആണ്. പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസസ് ലൈക്ക് ലോൺസ്, സേവിങ് അക്കൗണ്ട് എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓരോ പൊതുസ്ഥാപനങ്ങളും പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഉറപ്പായിട്ടും എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് മിസ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. യെസ്, അപ്പോൾ എല്ലാവരും ഈ ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം താഴെ കമൻറ്റ് ചെയ്യാം മിസ്സേ സെറ്റ് ആണെന്ന്. ഓക്കെ, ബൈ, താങ്ക് യു.